തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ തീക്കനൽ തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ ഭാരതത്തിലെ ആഗമനം AD 52 കർത്താവ് വിശുദ്ധ തോമസിനെ ഏറ്റവും അധികം ദൂരത്തിൽ അയച്ചതുപോലെ ഏറ്റവും കൂടുതൽ ദൂരെ പോയി ശുശ്രൂഷ ചെയ്തിട്ടുള്ളതാണ് തോമസ് അപ്പോസ്തലൻ. അതുകൊണ്ട് ഭാരതത്തിലെത്തുവാൻ പല സ്ഥലങ്ങളിൽ കൊല്ലം പട്ടണത്തിൽ സ്ഥാപിച്ച പള്ളികളിലുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്രകാരം തോമസ് അപ്പോസ്തലൻ്റെ പ്രവർത്തന മേഖലകൾ വളരെ ശക്തമായി പ്രവർത്തിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ 28 പറയുന്നു, തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ച ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. കാണാതെ ആദ്യം ചെന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് ചെന്നപ്പോൾ തോമസ് അവിടെ ഇല്ല, അവൻ വിശ്വസിക്കുകയില്ല, എഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കുകയില്ല. അതെല്ലാം നമുക്കെല്ലാം ഉണ്ട്. തോമസ് അപ്പോസ്തലൻ്റെ ഇന്ത്യയിലെ നമ്മൾ ഈ ചെതറിപ്പാർക്കുന്നവർ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾക്ക് ആ ട്രഡീഷൻ്റെ ഒരു വലിയ നമുക്ക് വിശ്വസിക്കുന്നതിൽ പല കാര്യം കണ്ടാൽ പോലും വിശ്വസിക്കാൻ നമുക്ക് തയ്യാറല്ല. അപ്രകാരമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തോമസ് പറയുന്നത് മൈ ലോഡ് ആൻഡ് മൈ ഗാഡ്. തോമസ് പറയുന്നത് തോമസിനെ പറ്റി പഠിക്കുമ്പോൾ ദ ഡൗട്ടറ, സംശയാലുവ, ഫൈനലി റെക്കഗ്നൈസ് ദ ഫുൾ ഡൈറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ആരാണെന്ന് അവൻ മനസ്സിലാക്കി. ദിസ് മാർക്സ് ഇസ് ദ ക്ലൈമാക്സ് ഓഫ് ജോൺസ് ഗോസ്പൽ. കർത്താവ് മുറിപ്പാടുകളിൽ, അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കുന്നതിൻ്റെ ക്ലൈമാക്സിലാണ്. യേശുവിൻ്റെ മുറിപ്പാടാണ് ക്രൈസ്തവ സഭയുടെ വലിയ മാർക്കെന്ന് പറയുന്നത്, വലിയ അടയാളമെന്ന് പറയുന്നത്. യേശു കർത്താവിൻ്റെ മുറിപ്പാടുകളിൽ തോമസ് അപ്പോസ്തലൻ കൈ ടച്ച് ചെയ്തപ്പോൾ ദ ലോർഡ് ഹാഡ് ട്രെയിൻഡ് ഡൈറ്റി ത്രൂ ഔട്ട് ഹിസ് മിനിസ്ട്രി. തോമസിൻ്റെ മിനിസ്ട്രിയിൽ വിശുദ്ധ തോമസിനെ കൊണ്ട് വലിയ ശുശ്രൂഷകളാണ് ചെയ്തത്. കേരളവും തമിഴ്നാടും അതിന് ഭാഗ്യം ലഭിച്ചവരാണ്. ദ നെയിംസ് ഓഫ് ഡൈറ്റി ദറ്റ് ഹി യൂസസ്, ദി ആട്രിബ്യൂട്ട്സ് ദ ഡൈറ്റി ദറ്റ് ഹി ക്ലെയിംഡ്, ഹോളിനെസ്, വിശുദ്ധി. അവിടെ പറയുമ്പോൾ വിശുദ്ധി, ഓംനിപൊട്ടൻസ് ആൻഡ് ഓംനിപ്രസൻസ് ആൻഡ് ഓംനിസെൻസ്, എല്ലായിടത്തും എല്ലാ ഇടങ്ങളിലും ഇന്നലെ ഇന്നും നാളെയും എല്ലായിടത്തും എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുന്ന the things he claimed to be able to do that only God can do. ദൈവത്തിന് മാത്രം, യേശുവിന് മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. ഫോർഗീവ്നെസ് ഓഫ് സിൻസ്, പാപങ്ങളെ ക്ഷമിക്കാൻ കർത്താവിന് മാത്രമേ സാധിക്കുള്ളൂ, വേറെ ആർക്കും സാധ്യമല്ല. റെയ്സ് ദ ഡെഡ്, മരിച്ചവനെ ഉയർപ്പിക്കുന്നത് കർത്താവാണ്, അത് കർത്താവിന് മാത്രമേ സാധിക്കുള്ളൂ. ജഡ്ജ് ഓൾ മെൻ, നമ്മളെല്ലാം ന്യായം വിധിക്കുവാനും കർത്താവിനാണ് അധികാരമുള്ളത്. ഈ ശക്തി ലഭിച്ചത് വിശുദ്ധ തോമസിന്, ഈ ശക്തി ലഭിച്ചത് ഈ ഡൗട്ടറായ, ഈ സംശയാലുവായ തോമസ് കർത്താവിൻ്റെ ആ മുറിപ്പാടിൽ തൊട്ടപ്പോൾ അടിപ്പിണരാലുള്ളവർക്ക് സൗഖ്യം ലഭിച്ച്, പാപം മോചിക്കപ്പെട്ട്, മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, നമ്മൾക്ക് ന്യായവിധിയുണ്ട് എന്ന് കരുതി ജീവിക്കുവാൻ സഹായിക്കണം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ ദിനത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ഈ വലിയ പാരമ്പര്യം, ക്രൈസ്തവ പാരമ്പര്യം കർത്താവ് ഞങ്ങൾക്ക് ലഭിക്കുവാൻ വിശുദ്ധ തോമസിനെ ഇന്ത്യയിലേക്ക് അയച്ചതുകൊണ്ട് സ്തോത്രം. കർത്താവെ, തമിഴ്നാട്ടിലേക്ക് അയച്ചതുകൊണ്ട് സ്തോത്രം. നിന്റെ മകൻ സ്ഥാപിക്കപ്പെട്ട പള്ളികൾ, അന്നുണ്ടായിരുന്ന രൂപാന്തരങ്ങളിൽ, മാറ്റങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുതം പ്രവർത്തിച്ചതുകൊണ്ട് ഇന്ന് ലോകമെമ്പാടും സുവിശേഷം കൊടുക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവെ, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കർത്താവ് ന്യായവിധിക്ക് യോഗ്യനായവൻ യേശു മാത്രമാണ്. അതിൻ്റെ ചൂടടയാളത്താൽ, നിൻ്റെ ആ മാർക്കിനാൽ അങ്ങ് കൊണ്ട അടി, അങ്ങയുടെ മുറിവേറ്റത്, അത് ഞങ്ങൾക്ക് സൗഖ്യമാണല്ലോ, ഞങ്ങൾക്ക് ബലമാണല്ലോ, ഞങ്ങൾക്ക് ശക്തിയാണല്ലോ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അത് കൃപ നൽകിക്കാട്ടെ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജ്, ജയിലുകളിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ബെഡിഡനായിട്ടുള്ളവർ, കർത്താവിൻ്റെ കരം കൃപ
എപ്പേർപ്പെട്ടവർക്ക് ഒരുപോലെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആൽക്കഹോൾ ഉപയോഗത്തിൽ നിന്നും മറ്റ് ഡ്രഗ് അഡിക്ട്സിൽ നിന്നും ജനത്തെ മാറ്റിയെടുക്കുവാൻ കർത്താവ് കാൽവറി ക്രൂശിൻ്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കാൽവറി ക്രൂശിൻ്റെ ആ മുറിപ്പാടുകൾ പാപം മോചിപ്പിക്കുന്നതാണ്. അവൻ അടിപ്പിടരാൽ ഞങ്ങൾക്ക് സൗഖ്യം തരുന്നതാണ്. കർത്താവ് അവൻ അടി കൊണ്ടത് ആ സൗഖ്യത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിരിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയായിരിക്കണം, അത്ഭുത ശക്തിയായിരിക്കണം, അതിശയ ശക്തിയായിരിക്കുവാൻ കൃപ നൽകണം, കൃപ നൽകണം, കൃപ നൽകണം, കൃപ നൽകണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്ര, യേശു ആരാധന, യേശുവെ മഹത്വം. ദൈവത്തിൻ്റെ പരിപൂർണ്ണ ശക്തിയാൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം നൽകി കാട്ടാം. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം. തോമസ് അപ്പോസ്തലനെ പോലെ ഏത് ത്യാഗം സഹിച്ച് ഏത് ദൂരത്ത് യാത്ര ചെയ്ത് ശുശ്രൂഷയാലുള്ള ദൈവകൃപ ബലഹീനരാകുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു.